കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് അവർ തമ്മിൽ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, പോത്തിഫറിൻ്റെ വീട്ടിൽ ജയിലിലായിരുന്ന ജോസഫിനെ ഒരു ഫറവോൻ കണ്ട ഒരു സ്വപ്ന മുഖാന്തരം അവനെ ഫറവോനും അടുത്തുള്ള ഒരു സ്ഥാനത്തിലേക്ക് ആ രാജ്യത്തിൽ ഉയർത്തപ്പെട്ടു. അങ്ങനെ ഇരുന്ന ആ ഒരു സ്വപ്നം എന്ന് പറയാൻ 7 വർഷം ദേശത്ത് ക്ഷാമവും 7 വർഷം സമൃദ്ധിയും ഉണ്ടാകുമെന്ന്. അങ്ങനെ സമൃദ്ധിയായ 7 വർഷവും എല്ലാ ധാന്യങ്ങളും ശേഖരിച്ച് തിരിച്ച് 7 വർഷം കഴിഞ്ഞ് വീണ്ടും ദാരിദ്ര്യമായ ആ ഒരു 7 വർഷം, വരൾച്ചയുടെ ഒരു 7 വർഷം ആരംഭമായപ്പോൾ ജോസഫിനെ വിറ്റുകളഞ്ഞ തൻ്റെ സഹോദരനും അപ്പൻ്റെയും കുടുംബം കാനാൻ ദേശത്തിലായിരുന്നിട്ടും അവിടെ അവർക്ക് പഞ്ചമുണ്ടായി. അവർക്ക് ആഹാരം കുറഞ്ഞപ്പോൾ യാക്കോബിൻ്റെ മക്കൾ മറ്റ് എല്ലാവരും 10 പേരും കൂടെ ഇവിടെ ഫറവോൻ്റെ രാജ്യത്തിൽ സാധനം വാങ്ങാൻ വന്നു. ഇവിടെ വന്നപ്പോൾ ജോസഫിന് സഹോദരന്മാരെ മനസ്സിലായതുകൊണ്ട് ഇവരെ ഒന്ന് പറ്റിക്കണമെന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ അവിടെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവരുടെ ആ ഒരു കുറ്റത്തിൽ ഇവരെ പിടിച്ചു നിർത്തിയപ്പോൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവർ തമ്മിൽ പറയുകയാണ്: നമ്മുടെ സഹോദരൻ്റെ മനവ്യാകുലം കണ്ടിട്ടും അവൻ എത്ര നമ്മുടെ കെഞ്ചിയിട്ടും കേൾക്കാതെ അവനെ നാം കുഴിയിലെടുത്ത് കളയുകയും പിന്നെ അവനെടുത്ത് അവിടെ നിന്നെടുത്ത് വിറ്റുകളയുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ട് യഹോവ അതിൻ്റെ പകരം നമുക്ക് തരുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ചുറ്റുമിരിക്കുന്ന സഹോദരങ്ങളുടെ വ്യാകുലങ്ങൾ, മനവേദനകൾ നാം അറിയാറുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ മക്കളായ നിങ്ങൾക്ക് ഒരു അമ്മയപ്പന്മാർക്കും ഒരു വ്യാകുലം ഉണ്ടാക്കുന്നോ മനവേദന ഉണ്ടാക്കുന്നോ എന്ന് നിങ്ങൾ നോക്കണം. അത് ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. യോസേഫ് എത്രത്തോളം ദൈവസന്നിധിയിൽ അണഞ്ഞിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ ആ ഒരു ചഞ്ചലത്തെ കാണാത്ത ആ ഒരു സഹോദരന്മാർ പിന്നത്തേൽ ദുഃഖിക്കേണ്ടി വന്നു. നമ്മുടെ സഹോദരൻ്റെ ആ ഒരു ചഞ്ചല അല്ലെങ്കിൽ വ്യാകുലം നമ്മൾ കണ്ടില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ അപേക്ഷ കേൾക്കാതെ ഇരുന്നത് കൊണ്ട് നമുക്കിത് പറ്റിയെന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം കുടുംബത്തിൽ ജീവിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും സ്കൂളിലായാലും കോളേജിലായാലും നമ്മുടെ മുമ്പേ ഇരിക്കുന്ന വ്യക്തിയുടെ മനപ്രയാസം നാം കാണുവാൻ ശ്രമിക്കണം. അവരെന്താഗ്രഹിക്കുന്നെന്ന്. നമ്മുടെ ഇടപാടുകൾ അവർക്കൊരിക്കലും മനവേദന ഉണ്ടാക്കുന്നതായിട്ട് തീരുവാൻ പാടില്ല. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഇടപാടുകളോ സംസാരങ്ങളോ നമ്മുടെ പ്രവൃത്തികളോ അടുത്തൊരാളെ നോവിച്ചു കൊണ്ടായിരിക്കുവാൻ പാടില്ലല്ലോ അപ്പ. ദൈവമേ, ഞങ്ങളെ തന്നെ കർത്താവെ ശുദ്ധീകരിപ്പാനും ദൈവസന്നിധിയിൽ മനത്താഴ്മയോടും എല്ലാവരോടും സ്നേഹത്തോടും സൗഹൃദത്തോടും ഇരുന്ന് പ്രവർത്തിക്കുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വരവുവരെയും നീ ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.